വെളിപ്പെടുത്തലുമായി കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇന്ന് രംഗത്ത് വരുന്നു. സിനിമയിൽ അവസരം ലഭിക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചു ആവശ്യപ്പെട്ടുവെന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സന്ധ്യ, നേരത്തെ കാസ്റ്റിംഗ് കൗച്ച് എങ്ങനെയാണ് താങ്കളുടെ ഈ അഭിനയ ജീവിതത്തെ ബാധിച്ചത് എന്ന്, അതിന് വഴങ്ങാൻ തയ്യാറാകാതെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നതൊക്കെ താങ്കൾ തുറന്നു പറഞ്ഞതാണ്. ഇപ്പോൾ ഇത്തരം കൂടുതൽ താങ്കൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ടർ മുകേഷിൻ്റെ കാര്യം തന്നെയാണ്. അത് ഇന്നലെ പറയാൻ വിട്ടുപോയി. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ്, അവരിപ്പോൾ ഫീൽഡിലില്ല, ഫിലിം ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവരാരും വീട്ടിലില്ലാത്ത സമയത്ത് ഈ ആക്ടർ നേരിട്ട് ചെന്ന് മിസ്ബിഹേവ് ചെയ്തു. ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു. അപ്പോൾ അവർ അടിച്ചു പിടിച്ച് പുറത്താക്കി. സോ അവരെ ലീഗലി ഒന്നും മൂവ് ചെയ്യാൻ താല്പര്യമില്ല. ബിക്കോസ് എനിക്ക് ഒന്നാമത് അവരുടെ കോൺടാക്ട്സ് ഇല്ല. അപ്പോൾ കോൺഫിഡൻഷ്യലായിട്ട് ആ കുട്ടി എന്നോട് പറഞ്ഞ കാര്യമാണ് എനിക്ക് അറിയത്തുള്ളൂ. ഞാനിതിന് വിറ്റ്നസ് അല്ല. അപ്പോൾ പറഞ്ഞ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സന്ധ്യ, ഇത് എത്ര വർഷം മുൻപ് നടന്നതാണ്, ഓർമ്മയുണ്ടോ? കുറേ വർഷങ്ങളായി. ഈവൺ അത് 2000 മുന്നെയാണ്. അതായത് അവര് ഈ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നതാണ് ഈ കുട്ടി. അപ്പോഴാണ് ഇത്തരത്തിലേക്ക് മോശം പെരുമാറ്റം അമ്മയ്ക്ക് നേരിടേണ്ടി വന്നത് എന്നതായിരുന്നു അവർ പറഞ്ഞത്. അതെ, ഇത് ലൊക്കേഷനിൽ നടന്ന സംഭവമല്ല, ഇത് അവരുടെ വീട്ടിലുണ്ടായ സംഭവമാണ്. അതെ, അത് ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമയിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നോ ഇങ്ങനൊരു അനുഭവം? അതങ്ങനെ ചെറിയ ചെറിയ റോൾസ് ചെയ്യുമായിരുന്നു ആ കുട്ടി. അപ്പം അങ്ങനെ ആ കുട്ടി പുറത്തു പോയ സമയത്തായിരുന്നു. അവരാരും വീട്ടിലുണ്ടായിരുന്നില്ല, അവരുടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, അപ്പോൾ അതിനുശേഷം പിന്നീട് എന്താണ് അവർ ആരോടെങ്കിലും, ഈ സിനിമാ മേഖലയിൽ തന്നെയുള്ള ആരോടെങ്കിലും, ഇല്ലെങ്കിൽ ആ സിനിമയുടെ സംവിധായകനോടോ നിർമ്മാതാവിനോടോ ആരോടെങ്കിലും ഈ വിഷയത്തിൽ സംസാരിച്ചതായി അറിയാമോ? സന്ധ്യയോട് മാത്രമാണോ ഇക്കാര്യം പറഞ്ഞത്? ഇല്ല, അത് ഞാനൊരു ലേഡി ആയതുകൊണ്ടായിരിക്കും അവരെന്നോട് പറഞ്ഞത്. അവരെന്നോട് കുറച്ച് ക്ലോസ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് സംസാരത്തിനിടയ്ക്ക് പറഞ്ഞ കാര്യമാണ്. അവരാരോടും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ പറയാൻ പോയാലും ആരും വിശ്വസിക്കത്തുമില്ല. അപ്പോൾ പിന്നെ അതവർ തീരുമാനിച്ച് കാണും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടായിരിക്കും അവർ ഷെയർ ചെയ്യാത്തത്. എന്താണ് സംഭവിച്ചത്? അവർ ഈ ഫീൽഡ് വിട്ടു പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയോ? എന്തായിരുന്നു അവരുടെ മാനസികാവസ്ഥ, സന്ധ്യ? അവർ ഭയങ്കരമായിട്ട് മെൻ്റലി ഭയങ്കരമായിട്ട് ട്രോമയിലായിരുന്നു, അവരുടെ മദർ. പിന്നെ അവർ തീരുമാനിച്ചു ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ആ കുട്ടി കല്യാണം കഴിഞ്ഞ് പോയി. ഇപ്പോൾ അവരെവിടെയാണ് സെറ്റിൽഡാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോണ്ടാക്ട്സ് ഇല്ല ഇപ്പോൾ. അതെ, ഇപ്പോൾ ഈ സന്ധ്യ കഴിഞ്ഞ ദിവസം നമ്മളോടൊരു പരാതി പറഞ്ഞിരുന്നു. അത് പ്രൊഡക്ഷൻ കൺട്രോൾക്കെതിരെയാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് ഇനിയിപ്പോൾ തുടർ നടപടികളിലേക്ക് സന്ധ്യ കടക്കുന്നത്? ഇല്ല, എനിക്ക് പുള്ളിയെ നേരിട്ടുള്ള പരിചയമില്ല. ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് ലൊക്കേഷനിൽ പോയപ്പോഴും ഈ ഹരാസ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഫോണിൽ കൂടെ സംസാരിച്ച കാര്യങ്ങളാണ് ഞാൻ ഇന്നലെ ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ ലീഗലി ഒന്നും മൂവ് ചെയ്യുന്നില്ല. ബിക്കോസ് ഫോണിൽ കൂടെ ഞാൻ നോ എന്ന് പറഞ്ഞു, അങ്ങനെ അവസാനിച്ചു. പിന്നെ ഞാൻ വിളിക്കാറുമില്ല, പുള്ളി കോൺടാക്ട് ചെയ്യാറുമില്ല. ശരി, താങ്ക് യു സന്ധ്യ. തനിക്കുണ്ടായ അനുഭവം, ഒപ്പം തന്നെ തനിക്ക് നേരിട്ടറിയാവുന്ന മറ്റൊരു കാര്യം, അതേക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയത് സന്ധ്യ.